മുൻ യു എസ് പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ. യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിനെതിരെ ഒബാമ പ്രവർത്തിച്ചെന്നാണ് ആരോപണം. യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ കമലാ ഹാരിസിനെതിരെ മുൻ യു എസ് പ്രസിഡന്റ് കൂടിയായ ബറാക് ഒബാമ പ്രവർത്തിച്ചെന്നാണ് ആരോപണം. അമേരിക്കയിലെ സീനിയർ പൊളിറ്റിക്കൽ റിപ്പോർട്ടറായ ജോനാഥൻ അലനും മാധ്യമപ്രവർത്തകയായ ആമി പാർണസും ചേർന്നെഴുതിയ പുസ്തകത്തിലാണ് ഈ സുപ്രധാനമായ വെളിപ്പെടുത്തൽ. യു എസ് പ്രസിഡന്റാകാൻ കമലാ ഹാരിസിന് സാധിക്കില്ലെന്ന ഒബാമയുടെ തോന്നലാണ് ഇതിന് കാരണമായതെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പിന് മുൻപായി ട്രംപുമായി നടന്ന സംവാദത്തിലെ മോശം പ്രകടനത്തെ തുടർന്നാണ് ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിൻവാങ്ങിയത്. ഇതേ തുടർന്നാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി കമലാ ഹാരിസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മികച്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥിയല്ല കമല എന്ന തോന്നലായിരുന്നു ഒബാമയ്ക്ക്. ട്രംപിനെതിരെ കമല ജയിക്കില്ലെന്ന അഭിപ്രായവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബൈഡന്റെ പിൻഗാമിയായി കമലാ ഹാരിസ് വരുന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നുവെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജോനാഥൻ അലൻ പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ തുടരുന്നതിലും ഒബാമയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും അലൻ കൂട്ടിച്ചേർത്തു. ജോനാഥൻ അലനും ആമി പാർണസും ചേർന്നെഴുതിയ ഫൈറ്റ് ഇൻസൈഡ് ദി വൈൽഡസ്റ്റ് ബാറ്റിൽ ഫോർ ദി വൈറ്റ് ഹൗസ് എന്ന പുസ്തകം ഈ മാസം 1-നാണ് പുറത്തിറങ്ങിയത്. കമലാ ഹാരിസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രംഗത്തിറങ്ങി പ്രവർത്തിച്ച ഒബാമയെക്കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തൽ ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു.